പ്രിയമുള്ളവരെ നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം രക്കപ്പൻ സ്വാമി നെന്മാറ. ഞങ്ങളുടെ അമ്പലത്തിൽ ഒരുക്കിയ കണിയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വിഷുക്കണി വളരെ നല്ല രീതിയിൽ തന്നെ കണി ഒരുക്കി. കദളിപ്പഴം മുതൽ തുടങ്ങി കൊന്നപ്പൂ വരെ വെച്ച് വളരെ അലങ്കാരമായി തന്നെ വിഷുക്കണി ഒരുക്കി പേരക്കുട്ടികൾക്കും മക്കൾക്കും മരുമക്കൾക്കും എല്ലാവർക്കും കൈനീട്ടം കൊടുക്കുന്ന കാഴ്ചയും അതോടൊപ്പം തന്നെ അവർ കാൽ തൊട്ട് വണങ്ങി അനുഗ്രഹം വാങ്ങുന്ന കാഴ്ചകളുമാണ് നിങ്ങൾ കാണുന്നത്. എല്ലാവരുടെയും നടക്കുന്നുണ്ട്. ഇത് പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. എന്നാലും ഞങ്ങൾ ചെയ്യുന്ന ഒരു കാര്യം വീഡിയോയിൽ കൂടി ഞാൻ നിങ്ങൾക്ക് പങ്കുവയ്ക്കുകയാണ്. കേരളത്തിൻ്റെ കാർഷിക അഭിവൃദ്ധിയുമായി ബന്ധപ്പെട്ടതാണ് വിഷു. അതെല്ലാവർക്കും അറിയാം. പുതുവർഷത്തിൻ്റെ ആരംഭം കുറിക്കുന്നു. അതുകൂടാതെ തന്നെ നാണ്യവിളകളും കൃഷി ഇറക്കുന്നതിനും വേണ്ടി പാടത്ത് ചാലിടുക എന്നുള്ള സമ്പ്രദായങ്ങളൊക്കെ പഴയ കാലത്തൊക്കെ ഉണ്ട്. അത് ഇന്നിപ്പോൾ നിലവിലിപ്പില്ല. ചില ഭാഗങ്ങളിലൊക്കെ ഉണ്ട്. അത് കൃഷിയുമായി ബന്ധപ്പെട്ടതാണ്. അതുകൂടി ഈ വിഷുവിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. എല്ലാവർക്കും അറിയാം. ആ ഒരു അനുഭവമാണ് നിങ്ങൾക്ക് പങ്കുവയ്ക്കുന്നത്. കൈനീട്ടം കൊടുത്ത് നമ്മളെ മക്കളെയും ബന്ധുക്കാരെയും അയൽവക്കക്കാരെയും സംതൃപ്തിപ്പെടുത്തുന്ന ഒരു സന്തോഷകരമായ ഉത്സവം തന്നെയാണ് വിഷു. ഓണം പോലെ തന്നെ. ഓണം സദ്യയാണെങ്കിൽ വിഷുവിന് കൈനീട്ടം എന്നാ പറയുക. ആ കൈനീട്ടം കൊടുത്തു കഴിഞ്ഞാൽ തന്നെ എല്ലാവർക്കും മനസ്സിന് സന്തോഷം വരുമ്പോൾ വിഷുവിൻ്റെ പുലരി നമ്മൾക്ക് നല്ലൊരു പുത്തൻ ഉണർവ് തരും. ആ ഒരു കാഴ്ചപ്പാടാണ് നമ്മൾ ഇന്നിപ്പോൾ എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു കാലത്തും വിഷു നശിക്കില്ല. നന്മയിലെ പ്രതീകമായിട്ടാണ് വിഷുവിനെ നമ്മൾ കാണുന്നത്. ആ വിഷു കാഴ്ചകൾ ആണ് നിങ്ങൾക്ക് വീണ്ടും ഇപ്പോൾ ഞങ്ങൾ വിട്ടുതരുന്നത്. കാണുക. അതുകൂടാതെ വീട്ടമ്മമാർ വിഷു കഴിഞ്ഞ് പിറ്റേ ദിവസം വിഷുക്കഞ്ഞി വയ്ക്കും. അത് കുട്ടികൾക്കും പിള്ളേർക്കും എല്ലാം പ്ലാവിൻ്റെ കുമ്പിൾ കൊണ്ടുവന്ന് കഞ്ഞി കൊടുക്കുന്ന ഒരു കാഴ്ചയുണ്ട്. അതും നിങ്ങൾക്ക് കാണാം. ഇപ്പോൾ വിഷുവിൻ്റെ കാഴ്ചകളാണ് ഞങ്ങൾ പങ്കുവയ്ക്കുന്നത്. വളരെ നല്ല രീതിയിൽ തന്നെ വിഷു ആഘോഷിച്ചു. പടക്കം പൊട്ടിച്ചും കൈനീട്ടം കൊടുത്തും മക്കളും കുട്ടികളും കുടുംബമടക്കം ഒന്നടങ്കം ചേർന്ന് വളരെ സന്തോഷകരമായി തന്നെ ഞങ്ങൾ ആഘോഷിച്ചു.